ഇപ്പോൾ തന്നെ 45,703 ഭൂരിപക്ഷം ഉയരുന്നു എന്നതാണ് ചിത്രം. അത് ഇനിയും ഉയരും, തർക്കമില്ല. കാരണം വയനാടിന്റെ രാഷ്ട്രീയം അങ്ങനെയാണ്. 45,703 എന്നുള്ളത് തുടക്ക സമയത്ത് നല്ല ലീഡ് തന്നെയാണ്. അത് 3 ലക്ഷം കടന്നു പോകുവാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. വളരെ പെട്ടെന്ന് വയനാട്ടിലെ കൗണ്ടിംഗ് പുരോഗമിക്കുന്നുണ്ട്. പാലക്കാട് അല്പം സ്ലോ ആണ്, പക്ഷേ അത് പിക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചേലക്കരയിൽ ഒരു റൗണ്ട് കഴിഞ്ഞതിന്റെ ആലസ്യമാണ്. അടുത്ത റൗണ്ടിലെ കുറച്ച് വോട്ടുകൾ കൂടി ഇതിൽ കൗണ്ട് ചെയ്ത് വന്നിട്ടുണ്ട്. 1890 എന്ന് പറയുമ്പോൾ ഒന്നാം റൗണ്ടിലെ ലീഡ് നിലയിൽ ചെറിയ മാറ്റം, കുറച്ച് വോട്ടുകൾ കുറയുകയാണ് യുവ പ്രദീപിനുണ്ടായിരിക്കുന്നത്. പാലക്കാട് 1300 എന്ന് പറയുമ്പോൾ ഒന്നാം റൗണ്ടിൽ കടന്ന് രണ്ടാം റൗണ്ടിൽ ഏതാനും ബൂത്തുകളുടെ ഫലം കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പാലക്കാട് 1300 വോട്ടുകളാണ്. പാലക്കാട് ഒന്നാം റൗണ്ടിന് ശേഷം രണ്ടാം റൗണ്ട് ചില ബൂത്തുകൾ കൂടി ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ചിത്രമാണിത്. അതിൽ മാറ്റമുണ്ടായേക്കാം. എന്തായാലും പാലക്കാട് രാഷ്ട്രീയം പറയാൻ പോകുന്നത് എന്ത്? BJPയുടെ പ്രതീക്ഷകൾക്കൊപ്പം ഇത്തവണ അവിടെ ഭരണമാറ്റം ഉണ്ടാകുമോ? അവിടെ പിടിച്ചെടുക്കാനാകുമോ? സംസ്ഥാനത്ത് വീണ്ടും രണ്ടാമത് നിയമത്തിന് പുറമെ മറ്റൊരു നിയമസഭാ മണ്ഡലത്തിൽ അക്കൗണ്ട് തുറക്കാൻ അവിടെ വിജയിച്ചു കയറാൻ BJPക്ക് കഴിയുമോ? പാലക്കാട് അതിന് വഴിയൊരുക്കുമോ? BJP സംസ്ഥാന അധ്യക്ഷനൊക്കെ അവകാശപ്പെട്ടതുപോലെ ആ തരത്തിലുള്ള വിജയമുണ്ടാക്കാൻ കഴിയുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ BJP ഓഫീസിൽ പാലക്കാട് നേതാക്കൾ ഒന്നിച്ചിരുന്ന് തെരഞ്ഞെടുപ്പ് ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ C. കൃഷ്ണകുമാർ ഉണ്ട്. C. കൃഷ്ണകുമാർ നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങളാണ്. കാരണം ഇത് BJPക്ക് പാലക്കാട് അനുഭവമുള്ള ഒരു കാര്യം, അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലീഡ് കണ്ടുകൊണ്ട് അതിൽ അത്ര ആഹ്ലാദിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് BJPക്ക് ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും അങ്ങനെ തന്നെ, നേമത്തുമൊക്കെ അങ്ങനെയാണ് അല്ലെ BJPയുടെ സ്ട്രോങ് ഹോൾഡിൽ. പക്ഷേ ചില മേഖലകൾ കൈവിടുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷം 732 കുറഞ്ഞു അല്ലെ. പാലക്കാട് ഭൂരിപക്ഷം നല്ല സൂചനയല്ലാതെ 732 C. കൃഷ്ണകുമാറിന്റെ ലീഡ് നില കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട് 732 രണ്ടാം റൗണ്ട് കഴിയുമ്പോൾ എന്താകും എന്നുള്ളതാണ്. 258 വീണ്ടും കുറയുകയാണ്. പാലക്കാട് 732 നിന്ന് 258 ഇത് വലിയ സൂചനയാണ്. കാരണം ആദ്യ റൗണ്ടിൽ EVM മെഷീനിൽ ഇത് സംഭവിച്ചിട്ടില്ല സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ. അങ്ങനെയെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ടതാണ്. പാലക്കാട് UDF ആദ്യ റൗണ്ടുകൾ പിന്നിടുമ്പോൾ മുന്നിലെത്തുന്നു എന്ന് പറയുന്നത് മറ്റൊരു രാഷ്ട്രീയമാണോ നൽകുന്നത്? UDFന്റെ അവകാശവാദങ്ങൾ ശരിവെക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം പറയുന്നു. പാലക്കാട് വലിയ സസ്പെൻസ് നിലനിർത്തുകയാണ്. പാലക്കാട് ലീഡ് നിലയിൽ മാറ്റമുണ്ടാകും. പാലക്കാട് നഗരസഭയിൽ ഒരിക്കൽ പോലും മുന്നിട്ട് വരാൻ UDFന് കഴിഞ്ഞില്ല എങ്കിൽ മാത്രമേ അല്ലേ BJPക്ക് സാധ്യതയുള്ളൂ. പക്ഷേ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാം റൗണ്ടായപ്പോൾ 258 വോട്ടുകൾക്ക് മുന്നിൽ എന്ന് പറയുന്നത് BJPക്ക് നല്ല സൂചനയല്ല. BJPക്ക് ഒട്ടും നല്ല സൂചനയല്ല. കാരണം പാലക്കാട് നഗരസഭ മാത്രമാണ് BJPയുടെ പ്രതീക്ഷിക്കുന്ന ഇടം. അവിടെ വലിയ ഭൂരിപക്ഷം വേണം. അവിടെ ഇപ്പോൾ ഈ UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ നഷ്ടമുണ്ടായതവിടെ BJPയുടെ പരമ്പരാഗത വോട്ടുകളിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം കൂടി ഉയരുന്നു. C. കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിക്ക് നെഗറ്റീവ് വോട്ട് ഉണ്ടായോ എന്ന വിഷയം കൂടി ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. ഒപ്പം ആ രാഷ്ട്രീയ വിവാദങ്ങളും പൊതുരാഷ്ട്രീയവും UDFനെ തുണച്ചോ എന്ന കാര്യം കൂടിയുണ്ട്. അങ്ങനെ അവിടെ പാലക്കാട് പറയുന്ന രാഷ്ട്രീയം കൃത്യമായ സൂചനകൾ നൽകുന്നു. പാലക്കാട് എന്ന് പറയുമ്പോൾ UDFന് കൂടി വേരോട്ടമുള്ള സ്ഥലം തന്നെയാണ് നഗരസഭ. പക്ഷേ ഇത്രമാത്രം ലീഡിൽ കുറച്ചുകൊണ്ട് മേധാവിത്വം ലീഡിലേക്ക് വരുവാനുള്ള അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ എന്നുള്ള കാര്യമാണ് അല്ലെ. ഒന്നാം റൗണ്ടിലെ ആ ലീഡ് കവച്ചു വെച്ചുകൊണ്ട് രണ്ടാം റൗണ്ട് ആയപ്പോഴേക്കും മുന്നോട്ട് വരാൻ UDFന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു 4-5 റൗണ്ടുകൾ എന്താവും. വളരെ നിർണായകമാണ് 4-5 റൗണ്ട്. കാരണം 4-5 റൗണ്ടുകൾ UDFന്റെ മേഖലകൾ ഉൾപ്പെടുന്ന ഇടമാണെന്ന് BJP പോലും അംഗീകരിച്ച സ്ഥലമാണ്. അവിടേക്ക് വരുമ്പോൾ ഇതാണ് ചിത്രമെങ്കിൽ ഇനിയും കോൺഗ്രസിന് കൂടുതൽ, UDFന് കൂടുതൽ ആശ്വസിക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് ചിത്രമായി അത് മാറിയേക്കാം. അങ്ങനെയെങ്കിൽ പിരായിലെത്തുമ്പോഴേക്കും പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം UDFന് വരികയില്ല. പാലക്കാട് നഗരസഭയിൽ BJPയേക്കാൾ മേധാവിത്വം നേടുകയോ അല്ലെങ്കിൽ BJPക്ക് വോട്ടുകൾ കുറയുകയോ BJPയുടെ ലീഡ് വളരെ കുറഞ്ഞതാവുകയോ ചെയ്താൽ അവിടെ എന്തായാലും പിരായി പിന്നെ ഒരു പ്രശ്നമേ ആവുകയില്ല. എന്തായാലും